Good morning to all. Good morning, miss. Good morning, ma'am. Good morning, ma'am. Okay. Just wait a second. Okay. Okay, കേൾക്കുന്നുണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവോ? മിസ്സെ കേൾക്കുന്നുണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങളുടെ മുകളിൽ നിങ്ങളുടെ സൗണ്ട് എനിക്ക് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ കറക്റ്റ് ചെയ്തു. ഓക്കെ, സോ കേട്ട ശേഷം സുഖമാണോ? എല്ലാ ദിവസവും ഞാൻ തന്നെയാണല്ലേ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസന്റ് കണ്ടിന്യൂസ് ആയിരുന്നു പഠിച്ചത് അല്ലെ. പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചേഴ്സ് പഠിച്ചു. ഇനി കുറച്ച് നമുക്ക് മലയാളം അല്ലെ, മലയാളം സെന്റൻസ് അതിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നോട്ട്ബുക്ക് എടുത്തോളൂ കേട്ടോ. നോട്ട്ബുക്ക് എടുക്കാം, നമുക്ക് കുറച്ച് മലയാളം സെന്റൻസ് നോക്കാം. ഓക്കെ, ഹെഡിങ് കൊടുത്തോളൂ. പ്രസന്റ് ഓൾറെഡി ഇന്നലെ കൊടുത്താണ്. ഓക്കെ, റെഡി ആണല്ലോ? ഓക്കെ, അവൻ ഫോണിൽ സംസാരിക്കുകയാണ്. അവൻ ഫോണിൽ സംസാരിക്കുകയാണ്. അവൻ ഫോണിൽ സംസാരിക്കുകയാണ്. അവൻ ഫോണിൽ സംസാരിക്കുകയാണ്. ഞാൻ ആപ്പിള് കഴിക്കുകയാണ്. ഞാൻ ആപ്പിള് കഴിക്കുകയാണ്. ഞാൻ ആപ്പിൾ കഴിക്കുകയാണ്. ഞാൻ ആപ്പിൾ കഴിക്കുകയാണ്. നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിക്കുകയാണ്. നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിക്കുകയാണ്. നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിക്കുകയാണ്. ഒരാൾ എഴുതി വെക്കട്ടോ ആദ്യം. ഞങ്ങൾ വീട് വൃത്തിയാക്കുകയാണ്. ഞങ്ങൾ വീട് വൃത്തിയാക്കുകയാണ്. ഞങ്ങൾ വീട് വൃത്തിയാക്കുകയാണ്. ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണ്. ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണ്. ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണ്. ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണ്. അവർ പാട്ട് കേൾക്കുകയാണ്. അവർ പാട്ട് കേൾക്കുകയാണ്. അവർ പാട്ട് കേൾക്കുകയാണ്. അവർ പാട്ട് കേൾക്കുകയാണ്.
അവൻ ബസ്സിൽ ഓഫീസിൽ പോകുകയാണ്. അവൻ ബസ്സിൽ ഓഫീസിൽ പോകുകയാണ്. അവൻ ബസ്സിൽ ഓഫീസിൽ പോകുകയാണ്. അവൾ അവളുടെ മുടി ചീകുകയാണ്. അവൾ അവളുടെ മുടി ചീകുകയാണ്. അവൾ അവളുടെ മുടി ചീകുകയാണ്. ഞങ്ങളൊരു കോമഡി മൂവി കാണുകയാണ്. ഞങ്ങൾ ഒരു കോമഡി മൂവി കാണുകയാണ്. ഞങ്ങൾ ഒരു കോമഡി മൂവി കാണുകയാണ്. ഞങ്ങൾ ഒരു കോമഡി മൂവി കാണുകയാണ്. അവർ ഉച്ചത്തിൽ സംസാരിക്കുകയാണ്. അവർ ഉച്ചത്തിൽ സംസാരിക്കുകയാണ്. അവർ ഉച്ചത്തിൽ സംസാരിക്കുകയാണ്. കുട്ടികൾ ഹോംവർക്ക് ചെയ്യുകയാണ്. കുട്ടികൾ ഹോംവർക്ക് ചെയ്യുകയാണ്. കുട്ടികൾ ഹോംവർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പൊ എത്രയായി? അവിടെ എത്ര എഴുതി എന്ന് പറയാമോ? മിസ് 11 എണ്ണം. 11. അത്രയും അറിയില്ല. അപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്യുക, എല്ലാവരും ട്രാൻസ്ലേറ്റ് ചെയ്യുക, ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഓക്കെ. ആരെങ്കിലും സൗകര്യം ഒന്ന് പറഞ്ഞു കേൾക്കാവോ? മലയാളം ഞാൻ പറഞ്ഞു, ഞാൻ നോക്കി പറയുന്നതല്ല, എവിടെ നോക്കി പറയുന്നതല്ല, എന്തെങ്കിലും ആലോചിച്ച് പറയുന്നതാണ്. സോ അതിന്റെ എനിക്ക് ഓർഡർ അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ്. ആരെങ്കിലും ഒന്ന് സൗകര്യം ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? എനിക്കോ മിസ്സേ പറയട്ടെ? ഹലോ, ആരെങ്കിലും ഒന്ന് പറയാമോ? മരിയ, ഓക്കെ, പറയോ? പറയാം. അവൻ ഫോണിൽ സംസാരിക്കുകയാണ്. ഓക്കെ, മരിയ പറയൂ കേട്ടോ. അടുത്ത, ഞാൻ ആപ്പിൾ കഴിക്കുകയാണ്. എന്തോ അങ്ങനെ പറയാമോ? ഞാൻ ആപ്പിൾ കഴിക്കുകയാണ്. ഓക്കെ, ഞാൻ ആപ്പിൾ കഴിക്കുകയാണ്. അതിന് മുൻപ് എന്തോ ഉണ്ടല്ലോ? അവൻ ഫോണിൽ സംസാരിക്കുകയാണ്. അവൻ ഫോണിൽ സംസാരിക്കുകയാണ്. ഞാൻ ആപ്പിൾ കഴിക്കുകയാണ്. നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിക്കുകയാണ്. അവൻ ഫോണിൽ സംസാരിക്കുകയാണ്. ഞാൻ ആപ്പിൾ കഴിക്കുകയാണ്. നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ്. ഞങ്ങൾ വീട് വൃത്തിയാക്കുകയാണ്.
ഞങ്ങൾ വീട് വൃത്തിയാക്കുകയാണ്. ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണ്. ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണ്. ഞങ്ങൾ വീട് വൃത്തിയാക്കുകയാണ്. ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണ്. അവർ പാട്ട് കേൾക്കുകയാണ്. അവർ പാട്ട് കേൾക്കുകയാണ്. അവൻ ബസ്സിൽ ഓഫീസിൽ പോവുകയാണ്. അവൻ ബസ്സിൽ ഓഫീസിൽ പോകുകയാണ്. അവൾ അവളുടെ മുടി ചീകുകയാണ്. അവൾ ഇച്ചിരി പയ്യെ അവളുടെ പറയാമോ? മുടി ചീകുകയാണ്. പയ്യെ പറയാമോ മിസ്സേ? പയ്യെ പറയാമോ? ഇപ്പൊ എവിടെ വരെ എഴുതി? 6ാമത്തെ വരെ എഴുതി. അവർ പാട്ട് കേൾക്കുകയാണ്. അവർ പാട്ട് കേൾക്കുകയാണ്. അതിനുശേഷം ഇതായിരുന്നു മരിയ. അവൻ ബസ്സിൽ ഓഫീസിൽ പോവുകയാണ്. അവൻ ബസ്സിൽ ഓഫീസിൽ പോവുകയാണ്. അവൻ ബസ്സിൽ ഓഫീസിൽ പോവുകയാണ്. Then അവൾ അവളുടെ മുടി ചീകുകയാണ്. അവൾ അവളുടെ മുടി ചീകുകയാണ്. ഓക്കെ, ഞങ്ങൾ ഒരു കോമഡി മൂവി കാണുകയാണ്. നിങ്ങൾ ഒരു കോമഡി മൂവി കാണുകയാണ്. ഓക്കെ, കഴിഞ്ഞോ? ഇല്ല, രണ്ടെണ്ണം കൂടെ ഉണ്ട്. അവർ ഉച്ചത്തിൽ സംസാരിക്കുകയാണ്. അവർ ഉച്ചത്തിൽ സംസാരിക്കുകയാണ്. അവർ ഉച്ചത്തിൽ സംസാരിക്കുകയാണ്. ഓക്കെ, കുട്ടികൾ ഹോംവർക്ക് ചെയ്യുകയാണ്. കുട്ടികൾ ഹോംവർക്ക് ചെയ്യുകയാണ്. കഴിഞ്ഞോ? കഴിഞ്ഞു മിസ്സേ. ഓക്കെ ഓക്കെ, സോ പണ്ടുക എഴുതൂട്ടോ, ട്രാൻസ്ലേറ്റ് ചെയ്യൂട്ടോ. അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്, മാത്രം ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂട്ടോ. ഓക്കെ.
ഓക്കെ, രണ്ടുപേരും ആദ്യം ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണേ. ഓക്കെ, ഇനി ആരും ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് പറയാം. അതിന് ടൈപ്പ് ചെയ്തോണ്ടിരിക്കുകയാണോ? ആണോ? ടൈപ്പിംഗ് ആണോ? റെസ്പോണ്ട് ചെയ്യാവോ? വെയിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ പറയട്ടെ? ടൈപ്പ് ചെയ്യാം മിസ്സേ. വെയിറ്റ് ചെയ്യണം. ഓക്കെ.
ഓക്കെ നമുക്ക് പറയാട്ടോ. ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പൊ the first one എന്താണ് അവൻ ഫോണിൽ സംസാരിക്കുകയാണ് അല്ലെ. he is talking on the phone അല്ലെ. he is talking on the phone. അവനാണ് കാരണം ഫോൺ മീഡിയ ആയതുകൊണ്ട് ഓൺ യൂസ് ചെയ്യണം അല്ലെ. he is talking on the phone. ഇനി ഞാൻ ആപ്പിൾ കഴിക്കുകയാണ്. I am eating an apple. I am eating an apple. Then നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിക്കുകയാണ്. you are studying for an exam or the exam. And or the use ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ആർട്ടിക്കിൾ ഞാൻ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതുകൊണ്ടോട് യൂസ് ചെയ്തു ഇതുകൊണ്ടോടെ ആൻഡ് വന്നു എന്നൊക്കെ കേട്ടോ. അപ്പൊ you are studying for an exam. അപ്പോൾ you are studying for the exam. You can use and or the okay before exam then. And next one നിങ്ങൾ വീട് വൃത്തിയാക്കുകയാണ്. we are cleaning the house. we are cleaning the house. And the next one അവർ പാട്ട് കേൾക്കുകയാണ്. they are listening to music. listening to music. അങ്ങനെയാണ് preposition to വരുന്നത്. okay they are listening to music എന്നാണ് വരാട്ടോ. And teacher അല്ലെ. teacher ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണ്. the teacher is teaching in the class. the teacher is teaching in the class. correct. then അവൻ ഓഫീസിൽ ബസ്സിൽ പോവുകയാണ് അല്ലെ. he is going to the office by bus. he is going to office. the office ഇല്ലെങ്കിൽ ആർട്ടിക്കിൾ അവിടെ യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. he is going to office by bus. by bus ആണ്. on the bus എന്നല്ല പറയുന്നത് by bus ആണ്. through ആണ്. ഇത് through ആണോ അവൻ ഓഫീസിൽ പോകുന്നത് ബസ് ആണ് അല്ലെ. so by bus ആണ് യൂസ് ചെയ്യേണ്ടത്. And the next one അവൾ അവളുടെ മുടി ചീകുകയാണ്. she is combing her hair. she is combing her hair. combing means ചീകുക. okay she is combing her hair. then ഞങ്ങൾ ഒരു കോമഡി മൂവി കാണുകയാണ്. we are watching a comedy movie. we are watching a comedy movie. correct. then they are talking loudly. ഉച്ചത്തിൽ സംസാരിക്കുകയാണ്. they are talking too loud. too loud or loudly എന്ന് പറയാൻ മിസ്റ്റേക്ക് ഒന്നുമില്ല കേട്ടോ. they are talking loudly എന്നും പറയാം. they are talking too loud. T-double-O L loud means too loud. ഭയങ്കര സൗണ്ട് അല്ലെ. they are talking too loud and they are talking loudly. both are correct. And കുട്ടികൾ homework ചെയ്യുകയാണ്. children are doing their homework or the kids are doing their homework. kids are doing that. You can use the both one. okay അപ്പോൾ children are doing their homework and kids are doing their homework. പറയാട്ടോ. ക്ലിയർ ആയോ? അപ്പൊ ആരെങ്കിലും മിസ്റ്റേക്ക് വന്നു എന്ന് മനസ്സിലായല്ലോ. ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആയിരിക്കും വന്നത്. തോന്നുന്നു പ്രപ്പോസിഷൻ ആയിരിക്കും അല്ലെ മിസ്റ്റേക്സ്. ഓക്കെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാട്ടോ. ക്ലിയർ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് ഇതിന്റെ നെഗറ്റീവും പോസിറ്റീവും കണ്ടെത്തണം അല്ലെ. അപ്പോ ഓരോ സെന്റൻസ് ഇപ്പൊ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ഓരോ സെന്റൻസിന്റെയും ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി എന്ത് ചെയ്യണം? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ അല്ലെ. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇവിടെ എന്താണ് എളുപ്പമാണ്. he is talking എന്നാണെങ്കിൽ he is not talking. and the question ആണെങ്കിൽ is he talking അല്ലെ. is he talking എന്ന് ചോദിക്കാം. and ഇപ്പോ അത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ isn't he talking. ഇനി ആരാണെങ്കിൽ you are talking അല്ലെങ്കിൽ you are not talking. are you talking? aren't you talking? okay. ഇനിയിപ്പോ am ആണെങ്കിൽ I'm not eating. am I eating? I'm not eating പറയാം. then am I eating? then aren't eating. അത് ഞാൻ പറഞ്ഞതാട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ ഇപ്പൊ തന്നിരിക്കുന്ന എല്ലാ സെന്റൻസിന്റെയും നെഗറ്റീവ്സും പോസിറ്റീവ്സും കൂടെ നോക്കിയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യും കേട്ടോ. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. അതുപോലെ തന്നെ എനിക്ക് ടെക്സ്റ്റ് കൂടി ചെയ്യണം. അതായത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. കാരണം നിങ്ങൾ പറയുമ്പോൾ എത്രത്തോളം അത് ക്ലിയർ ആവില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആണോ എന്ന് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ടെക്സ്റ്റ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഓക്കെ കുഴപ്പമൊന്നുമില്ല. ടെക്സ്റ്റ് ചെയ്യാമോ? ഓക്കെ അല്ലേ?
Okay, so next to me. ടീന ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ടീന പ്രസന്റ് ആയിരുന്നോ? നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു പോസിറ്റീവ്സ് നെഗറ്റീവ്സ്. എന്തോ പ്രസന്റ് ആയിരുന്നു, പക്ഷെ എനിക്ക് ഇന്നലെ ഒന്നും മനസ്സിലായില്ല. ആണോ? ഓക്കെ, നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ നോക്കൂ. അപ്പൊ 100 ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടോ? നോക്കാവോ? അതായത് ഹീസ് ടോക്കിംഗ് ഫോൺ എന്ന് പറഞ്ഞു. അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് നെഗറ്റീവ് ആകണം. നെഗറ്റീവ് ആകാൻ എന്താ ചെയ്യേണ്ടത്? ഒരു നോട്ട് ആഡ് ചെയ്യണം. ഇല്ല എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഹീസ് ടോക്കിംഗ് ഓൺ ദ ഫോൺ എന്ന് പറയുന്നതിന് മലയാളം എന്താണ്? അവൻ ഫോണിൽ സംസാരിക്കുകയാണ് എന്നാണ് അല്ലെ? അത് നെഗറ്റീവ് ആകണമെങ്കിൽ മലയാളത്തിൽ എന്ത് പറയും? അവൻ ഫോണിൽ സംസാരിക്കുകയല്ല എന്ന് പറയണം. അപ്പൊ ഹീസ് നോട്ട് ടോക്കിംഗ് ഓൺ ദ ഫോൺ. ഹീസ് നോട്ട് ടോക്കിംഗ് ഓൺ ദ ഫോൺ. അവൻ ഫോണിൽ സംസാരിക്കുകയല്ല. ഇനി എന്ത് ചെയ്യണത്? ഇനി ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. ക്വസ്റ്റ്യൻ ചോദിക്കണേ, അവൻ ഫോണിൽ സംസാരിക്കുകയാണോ എന്ന് ചോദിക്കണം അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? ഈ ഹി ഈസ് അല്ലെ, ഈസ് എന്ന് പറയുന്ന ഓക്സിലറി ആദ്യം വരണം, എന്നിട്ട് സബ്ജക്ട് ആണ്. ഓക്കെ, അപ്പൊ ഈസ് ഹി ടോക്കിംഗ് ഓൺ ദ ഫോൺ? ക്വസ്റ്റ്യൻ മാർക്ക്, ക്വസ്റ്റ്യൻ ആണ്. ഹി ടോക്കിംഗ് ഓൺ ദ ഫോൺ, അവൻ ഫോണിൽ സംസാരിക്കുകയാണോ എന്നാണ്. ഇനി നമുക്ക് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ വേണം. അതെന്താ ചെയ്യാ? ഈസിന്റെ കൂടെ നോട്ട് ഇട്ട് കൊടുക്കുക. ഈസ് നോട്ട്, isn't he talking on the phone? അവൻ ഫോണിൽ സംസാരിക്കുകയല്ലേ എന്ന് പറയണം. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെയാണ് നമ്മൾ എല്ലാ സെന്റൻസിലും നമ്മൾ പോസിറ്റീവ്സും നെഗറ്റീവ്സും ക്രിയേറ്റ് ചെയ്യുന്നത്. ചീന മനസ്സിലായത് വെച്ചിട്ട് ഒന്ന് ചെയ്യാൻ പറ്റും നോക്കൂ കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മിസ്റ്റേക്സ് വരാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് പോസിറ്റീവ്, പിന്നെ നെഗറ്റീവ് ആക്കണം, പിന്നെ ക്വസ്റ്റ്യൻ ആക്കണം, പിന്നെ അടുത്തത് ആൻസർ ആക്കണം. ഇല്ല, അടുത്തത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കണം. അല്ല, ആ നെഗറ്റീവ് ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാവോ? ഈസിന് ഹി ടോക്കിംഗ് ഓൺ ദ ഫോൺ, അതുകൂടെ ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. അപ്പൊ ക്ലിയർ ആവും. അങ്ങനെ നാല് രീതിയിൽ നമ്മൾ ചെയ്യാം കേട്ടോ. പോസിറ്റീവ്, ഫസ്റ്റ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, then നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, then പോസിറ്റീവ് ക്വസ്റ്റ്യൻ, then നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അവൻ ഫോണിൽ സംസാരിക്കുകയാണ്, അവൻ ഫോണിൽ സംസാരിക്കുകയല്ല, അവൻ ഫോണിൽ സംസാരിക്കുകയാണോ, അവൻ ഫോണിൽ സംസാരിക്കുകയല്ലേ, ഇങ്ങനെ 4 ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. എന്നിട്ട് നമുക്ക് ടെക്സ്റ്റ് ചെയ്തതിന്റെ മിസ്റ്റേക്സ് ക്ലിയർ ചെയ്തത്. ഓക്കെ, ഹന്ന ഈസ് നോട്ട് അല്ല കേട്ടോ, ഈസിന്റെ ആണ്. ഈസിന്റെ കൂടെയാണ് നോട്ട് വരേണ്ടത് കേട്ടോ. അത് മിസ്റ്റേക്ക് ആണ്, മിസ്റ്റേക്ക് ആണ്. ഈസിൻ ഹി ടോക്കിംഗ് ഓൺ ദ ഫോൺ, ഈസിൻ ഹി ടോക്കിംഗ് ഓൺ ദ ഫോൺ, അങ്ങനെ വരാം കേട്ടോ.
നെക്സ്റ്റ് തെളിച്ചോളൂ. ഇനി ആരെങ്കിലും കണ്ട് മിസ്റ്റേക്ക് തോന്നണ്ട കേട്ടോ. കറക്റ്റ് ടെക്സ്റ്റ് ചെയ്യാം. ഫോൺ ചെയ്യാൻ കറക്റ്റ്. ക്വസ്റ്റ്യൻസ് എല്ലാത്തിനും ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം കേട്ടോ. എല്ലാവരും ചെയ്യേണ്ടതാണ്. ക്വസ്റ്റ്യൻ മാർക്ക് നിർബന്ധമാണ് കേട്ടോ.
നമുക്ക് പറഞ്ഞു നോക്കാം കേട്ടോ. പറഞ്ഞു നോക്കാവേ, സമയം ഉണ്ടാവില്ല. ഞാൻ പറയാം കേട്ടോ. അപ്പൊ the first part ഏതാണ്? He is talking on the phone. He is talking on the phone. It's a positive statement and negative എന്താണ്? He is not talking on the phone. And question, is he talking on the phone? Isn't he talking on the phone? Clear? Next one, I'm eating an apple. I'm eating an apple. I'm not eating an apple. Am I eating an apple? Aren't I eating an apple? Okay, am I? Correct. Am eating. അതിലെ I'm not ആണ് വരാ. I'm not. Then am I? Then am there കേട്ടോ. ഇവിടെ aren't there. ഇങ്ങനെയാണ് വരാ. Am I പോസിറ്റീവ് ക്വസ്റ്റൻ ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ്സ് വരുന്നത് aren't ആണ്. Okay, aren't there. Then when you are studying for the exam, you are not studying. Are you studying? Aren't you studying? Okay. We are cleaning. We are not cleaning. Are we cleaning? Aren't we cleaning? The teacher is teaching in the class. The teacher is not teaching. Is the teacher teaching the class? Is the teacher? Okay. And isn't the teacher teaching in the class? Is it done? And the next one, they are listening. They are not listening. Are they listening? Aren't they listening? Is going to office? Is not going. Is he going? Isn't he going? She is coming. She's not coming. Is she not coming? Isn't she coming? We are watching. We are not watching. Are we watching? Aren't we watching? They are talking. They are not talking. Are they talking? Aren't they talking? Children are doing. Children are not doing. Are children doing? Aren't children doing? Okay, ഇങ്ങനെയാണ് വരാം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. പ്രാക്ടീസിൽ മാത്രമേ നമുക്ക് കിട്ടൂ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണേ. ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എല്ലാം നമുക്ക് ആവശ്യമാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കും കേട്ടോ. ഓക്കെ, ഏതോ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചല്ലോ, എന്തായിരുന്നു അത്? ഒരു ഡൗട്ട്. മറ്റേ ഐ ആം ഈറ്റിംഗ് ആൻ ആപ്പിൾ, അതിന്റെ ആ ലാസ്റ്റത്തെ ആറിന്റെ ഒന്നും എങ്ങനെയാ? ആറിന്റെ ആറിൻ്റെത് വരാം. ആമിന്റെ ഒരിക്കലും ആമിന് അങ്ങനെ നെഗറ്റീവ് ഇല്ല. അങ്ങനെ ആമിന് നെഗറ്റീവ് ഇല്ലാത്തതുകൊണ്ട് ആറിന്റെ ആറോടെ വരാം. അത് മസ്റ്റായിട്ട് പഠിച്ചേക്കണം. ഓക്കെ, ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല. ബാക്കിയെല്ലാം സിമ്പിളാണ്. പക്ഷെ ഇത് ആറിന്റെ ആണ് വരാം. ഒരിക്കലും ആമിന്റ് വരില്ല. ആമിന്റെ മിസ്റ്റേക്ക് ആണ്, വേർഡ് ഇല്ല. സോ ആറിന്റെ ആണ് നമ്മൾ യൂസ് ചെയ്യാം. ചെയ്യുന്നു, ചെയ്യുകയാണ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ക്ലാസ്സിൽ സൂക്ഷിക്കുന്നു അല്ലെ. ഞാൻ ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ചില സ്ഥലങ്ങളിൽ ചെയ്യുന്നു, ചെയ്യുകയാണ് എന്ന് പറയുന്നത് ഈക്വലി സെയിം തന്നെയാണ്. അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. പക്ഷെ നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പറയുന്ന നമ്മൾ ടെൻസ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ യൂഷ്വലി നടക്കുന്ന കാര്യങ്ങൾ അല്ലെ, നമ്മുടെ റൊട്ടീൻസ് ഒക്കെ നമ്മൾ പൊതുവെ അങ്ങനെയാണ് പറയാൻ ചെയ്യുന്നത് അല്ലെ. ഞാൻ രാവിലെ നിൽക്കുന്നു, കളിക്കുന്നു എന്ന് പറയുന്നത് ഡെയിലി റൊട്ടീൻസ്, ഒരു ഹാബിറ്റ്സ് പോലെയാണ്. ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? കണ്ടിന്യൂസ് പ്രോസസ് ആണ്. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ആ സമയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണെങ്കിലോ അത് വളരെയധികം കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഞാൻ വേറെ ടെൻസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് എന്തെങ്കിലും സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, ഈ രണ്ട് ടെൻസിനും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ചോദിക്കാം കേട്ടോ. ക്ലിയർ ചെയ്ത് പോകാം. പെട്ടെന്ന് പഠിച്ചു പോകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കാരണം ടെൻസ് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് ഇമ്പോർട്ടന്റ് ആണത്. നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ക്ലിയർ ആവില്ല. നമുക്ക് ഒരു സെന്റൻസ് പോലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ എന്ത് ഡൗട്ട് ആണ്, അത് ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. സോ പ്രാക്ടീസ് ചെയ്യാനും റെഡി ആയിട്ട് വരാം. സോ അത്രത്തോളം ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക് ആണ് ഈ ടെൻസ് എന്ന് പറയുന്നത്. പറ്റില്ലാത്ത ഇംഗ്ലീഷിൽ സംസാരിക്കാനോ ഒരു സെന്റൻസ് മേക്ക് ചെയ്യാൻ പോലും പറ്റില്ല. അറിയാലോ എല്ലാവർക്കും അല്ലെ. സോ ക്ലാസ് ഓക്കെ ആണോ? ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ട്? ഓക്കെ,
യെസ്. അപ്പൊ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നോക്കാം. എന്തോ ഓക്കെ ആണ്. ഓക്കെ. അപ്പോ ഈ ആൻസർ പറഞ്ഞ് വരുമ്പോൾ ചോദിക്കുക കേട്ടോ, ഞാൻ പറഞ്ഞുതരാവേ. ഓക്കെ, അപ്പൊ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവരും നോക്കി വെക്കുക. ഇന്ന് തന്നെ ഇംഗ്ലീഷ് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരും ഡൗട്ട് ചോദിക്കും. ഞാൻ ഏത് ഇപ്പോ ക്ലാസ്സിൽ കയറുമ്പോഴും പറയാൻ പറ്റില്ല, കാരണം ആരൊക്കെ ലീവാകുമ്പോൾ വരുന്നതാണ്. സോ ഇത് തന്നെ മാക്സിമം ഇംഗ്ലീഷ് നോക്കി വെക്കുക കേട്ടോ. അപ്പൊ എപ്പോ കയറി വന്നാലും കണ്ടു വെക്കും. Okay, that's all. So let's wind up today's class. Okay, thank you. See you next class. Okay.